2011 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന യുവരാജും ഹർഭജനും ഒക്കെ പറഞ്ഞു ഈ വിജയം സച്ചിന് വേണ്ടിയിട്ടാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഈ സക്സസ് വേദിയിൽ നിന്നും ഞങ്ങൾ ആസ് എ ടീം ഞങ്ങൾ പറയുന്നു ഈ വിജയം ദിലീപേട്ടന് വേണ്ടിയിട്ടാണ്. എൻ്റെ തലമുറയുടെ ബാല്യവും കൗമാരവും യൗവനവും മനോഹരമാക്കിയ ഒരു നടന്, ഒരു അതുല്യ നടന്, ആ തലമുറയിൽപ്പെട്ട ഏറ്റവും എളിയവനായ ഒരു ആരാധകൻ ദിലീപേട്ടൻ്റെ കാൽക്കൽ വെക്കുന്നതാണ് ഈ സിനിമ. ഇതിൻ്റെ പൂജയ്ക്ക് പറഞ്ഞതോടെ തന്നെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ. ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. ദിസ് ഇസ് മൈ ഫാൻ മൂവി. എക്സാമ്പിൾ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഇപ്പോൾ വേൾഡ് കപ്പ് ജയിച്ച സമയത്ത് എല്ലാവരും ആ വേൾഡ് കപ്പ് സച്ചിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ഓക്കെ. പക്ഷെ അതും ഈ സാഹചര്യവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? വേൾഡ് കപ്പ് ജയിച്ച സമയത്തല്ലേ അത് സച്ചിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത്. അല്ലാതെ വേൾഡ് കപ്പിലെ ആദ്യത്തെ റൗണ്ടിൽ പുറത്തായി നിൽക്കുന്ന സമയത്ത് വിരാട് കോഹ്ലിയും അതുപോലെ യുവരാജ് സിംഗ് ഒക്കെ വന്നിട്ട് പറയുമോ ഈ തോൽവി ഞങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയൂ? ഇനിയിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ യുദ്ധവും യുദ്ധാനന്തര പരിപാടികളും ഒക്കെ ആയിട്ട് ന്യൂസ് ചാനലുകളും ബാക്കി ആളുകളൊക്കെ അതിൻ്റെ പിന്നിലായ കാരണം 9-ാം തീയതി ഇങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇറങ്ങിയതും ആളുകൾ തിയേറ്ററിലോട്ട് ഇടിച്ച് കയറുന്നതും നമ്മളാരും അറിയാതെ പോയതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇനി ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കോമയിലായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇറങ്ങിയ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. അതോ ഇറങ്ങിയ സിനിമ സൂപ്പർ ഹിറ്റ് ആയോ എന്നുള്ളതും എനിക്കറിയില്ല. ഇത് സൂപ്പർ ഹിറ്റ് ആയി എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.